പിന്നെ 3 ചോദ്യം വന്നിട്ടുള്ളതാണ് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ. അത് ഓരോ ചോദ്യം വീതം. ഒന്ന് പക്ഷി സങ്കേതം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുണ്ട്, ഒന്ന്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറക്കാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിന്റെ 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം ക്യാൻസൽ ചെയ്തു. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മുന്നിലേക്ക് എത്തി. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് ഞാൻ പരിശോധിച്ചു. ഒന്നാമത്തതിൻ്റെ ഈച്ച കോപ്പി അല്ല രണ്ടാമത്തത്, പക്ഷേ സമാനതകളുണ്ട്, ചില സമാനതകളുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളും സൂക്ഷ്മമായി പരിശോധിക്കുന്ന സമയത്ത് ഇനിയുള്ള ഘട്ടങ്ങളിലേക്ക് നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള കുറേ ഏരിയകളുണ്ട്. അത്തരം ചില ഏരിയകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള അത്തരം ചോദ്യങ്ങൾ ഒരു പക്ഷേ ഇനി അടുത്ത ഘട്ടത്തിലും ആവർത്തിച്ചേക്കാം. അത്തരം മേഖലകളിലൂടെ നമുക്കൊന്ന് പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എൻട്രിയിൽ അപ്ലോഡ് ചെയ്യും. ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അതാത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. അതുകൂടാതെ ഒരുമിച്ചുള്ള കാര്യങ്ങളും ക്ലാസ്സുകളുടെ ക്ലാസ്സുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്, ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നവോത്ഥാന നായകന്മാർ വിളയാടിയ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു ഈ 2. ഓക്കെ, 2ലും കൂടിയായിട്ട് 22 ചോദ്യങ്ങളാണ് കേരള നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ മുൻപന്തിയിൽ ശ്രീനാരായണ ഗുരു. നിങ്ങൾക്കറിയാം, നമ്മളൊരു ബ്ലൂ പ്രിന്റ് 10th പ്രിലിംസിന്റെ ബ്ലൂ പ്രിന്റ് ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് 2 ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറുകളും. 1ാം ഘട്ടമായാലും 2ാം ഘട്ടമായാലും ഒരു GKയുടെ ഒരു 80% കൂടുതൽ ചോദ്യങ്ങളും ആ ഒരു 10th പ്രിലിംസിന്റെ ബ്ലൂ പ്രിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക് തന്നെയാണിത്. അവിടെ നവോത്ഥാന നായകന്മാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളിക്കായിരിക്കും. ഇത് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതും ഇവരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചട്ടമ്പി സ്വാമി 3 ചോദ്യങ്ങൾ, അയ്യങ്കാളി 3 ചോദ്യങ്ങൾ, ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് ഇപ്പോൾ വന്ന ചോദ്യങ്ങൾ, അതിന് സമാന വസ്തുതകളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. ഇനി അവഗണിച്ചു പോകരുത്. അതേപോലെ തന്നെ വാഗ്ഭടാനന്ദൻ 2 ചോദ്യം വന്നു, വൈകുണ്ഠസ്വാമികൾ 2 ചോദ്യം വന്നു. ദെൻ ബാക്കിയുള്ളവരൊക്കെ ഓരോ ചോദ്യങ്ങൾ, ഇവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ബാക്കിയുള്ളവരായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നതും അതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതല്ലാതെ വേറെ ആളുകളും ഇനിയുള്ള പരീക്ഷയിൽ വരാം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1 ചോദ്യം. ദെൻ ഏലിയാസ് ചവറ, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ബ്രഹ്മാനന്ദ ശിവയോഗി, VT ഭട്ടതിരിപ്പാട്, പണ്ഡിറ്റ് കറുപ്പൻ, പൊയ്കയിൽ യോഹന്നാൻ, പിന്നെ AKGയും. ഇത്രയും ആളുകൾ ഓരോ ചോദ്യങ്ങളും വന്നു. അങ്ങനെ മൊത്തം 22ഓളം ചോദ്യങ്ങൾ കേരള നവോത്ഥാനത്തിൽ നിന്ന് വന്നു. ഇനി അടുത്ത ഘട്ടം ഓഗസ്റ്റ് 1 നടക്കാൻ പോകുന്നതും, ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ മാറ്റിവെച്ച എക്സാം അത് അതിന് ശേഷമായിരിക്കും നടക്കുക എന്ന് വിചാരിക്കുന്നു നമ്മൾ. അതിനടുത്ത ശേഷമുള്ള ശനിയാഴ്ചയോ മറ്റായിരിക്കും നടക്കുക. അപ്പോൾ ആ ഒരു എക്സാമിലൊക്കെ അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 കൂട്ടത്തിലേക്ക് ചേർക്കാം. എന്ത് തന്നെയായാലും അവിടെയൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരും. ഇനി കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ. എപ്പോഴും 10th പ്രിലിംസ് പരീക്ഷയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളും ചോദ്യങ്ങളായിട്ട് പല പരീക്ഷകളിലും വരാറുണ്ട്. അവിടെ ഒരു പ്രത്യേക പ്രാധാന്യം പരീക്ഷകളിൽ കിട്ടാറുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളായിട്ട് ബന്ധപ്പെട്ട് 8 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നോക്കുക, അതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. കേരളം ഉത്തരം വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. അതൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചത് പിന്നെ ഹ്യൂമൻ ബോഡിയാണ്. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് വന്നിട്ടുള്ളത്. 5 ചോദ്യങ്ങൾ മൊത്തം വന്നതിൽ തന്നെ രക്തം എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, രക്തപര്യയനം എന്നുള്ള ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടാണ് 2 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ധമനികൾ, സിരകൾ, ലോമികകൾ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രക്തപര്യനവുമായിട്ട് ബന്ധപ്പെട്ട്, രക്തപര്യന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ വന്നു. പിന്നെ ഒരു ചോദ്യം ഹോർമോണും, ഒരു ചോദ്യം ദഹന വ്യവസ്ഥയും, ഒരു ചോദ്യം ടിഷ്യൂസ്, കലകൾ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നത്. ഹ്യൂമൻ ബോഡി 5 ചോദ്യങ്ങൾ. അപ്പം ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഈ ടോപ്പിക്കുകൾ എന്തായാലും നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ ഈ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഇനിയും ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ദെൻ മൗലികാവകാശങ്ങൾ 5 ചോദ്യങ്ങൾ വന്ന മറ്റൊരു ഏരിയയാണ് മൗലികാവകാശങ്ങൾ. അവിടെ റിട്ടുകളെ കുറിച്ചും, സ്വാഭാവികമായിട്ടും അവകാശങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് റിട്ടുകൾ. ഒരു ചോദ്യം റിട്ടിനെ കുറിച്ചാണ്, ബാക്കി 4 ചോദ്യങ്ങൾ മൗലികാവകാശങ്ങൾ, മറ്റുള്ള അവകാശങ്ങളെ കുറിച്ചൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ മനുഷ്യാവകാശ കമ്മീഷൻ, നിങ്ങൾക്ക് പഠിക്കാനുള്ള മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ തന്നെ വിവരാവകാശ കമ്മീഷനും, അതാണ് നിങ്ങളുടെ ആ ഒരു സിലബസിൻ്റെ ആ ഒരു മൊഡ്യൂളിലുള്ളത്. ഓക്കെ, മറ്റൊരു ഇതുമായിട്ട് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ അതൊക്കെ പറയുന്ന ആ ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ, അതിൽ ഇതുകൂടെയുണ്ട്. അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ എത്ര ചോദ്യങ്ങൾ? 3 ചോദ്യങ്ങൾ വന്നു. ദെൻ മനുഷ്യാവകാശ സംഘടനയുമായി ബന്ധപ്പെട്ട് 1 ചോദ്യവും. അങ്ങനെ 4 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയയാണ്. പ്രാധാന്യമുണ്ട്, നന്നായിട്ട് ഇനി എല്ലാ പരീക്ഷയിലും നോക്കണം. എല്ലാ പരീക്ഷയിലും മീൻസ് 10th പ്രിലിംസിൻ്റെ എല്ലാ ഘട്ടത്തിലും നോക്കണം. പിന്നെ മറ്റു പരീക്ഷകൾ സിലബസിനനുസരിച്ചാണ്. ദെൻ വിവരാവകാശ കമ്മീഷൻ,
വിവരാവകാശ നിയമത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കുക. ദെൻ 4 ചോദ്യങ്ങളാണ് അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. പിന്നെ 4 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളാണ് ഇതൊക്കെ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും മന്ത്രിസഭയിലെ അംഗങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ അത് നമുക്ക് രണ്ടായിട്ടും കാണാം. അതായത് കറണ്ട് അഫേഴ്സ് ആയിട്ടും കാണാം, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളായിട്ടും കാണാം. പ്രത്യേകിച്ചും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 4 മാർക്കിന് വന്നിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതും കാര്യങ്ങളും പ്രത്യേകതകളും, കൂടിയ ഭൂരിപക്ഷത്തിന് ജയിച്ചോ കുറഞ്ഞ ഭൂരിപക്ഷം, അങ്ങനെയുള്ള പ്രധാന പ്രത്യേകതകൾ, പിന്നെ മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളും അവരുടെ വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക. ദെൻ 4 ചോദ്യങ്ങൾ വന്ന മറ്റൊരു ഏരിയയാണ് പരിസ്ഥിതി. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ പരിസ്ഥിതി എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ കല്ലൻ പൊക്കുടൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പരാഗണം, സസ്യലോകം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ദെൻ ബയോ റെമഡിയേഷൻ, ലൈക്കൺ, ഓക്കെ, ഇങ്ങനെയുള്ള 4 ചോദ്യങ്ങളാണ് ഈ ഏരിയയിൽ നിന്ന് വന്നത്. സമാന വസ്തുതകൾ പഠിക്കുക. ദെൻ പ്രവൃത്തി, ഊർജം, പവർ, ഇങ്ങനെയൊരു സിലബസ്, ഇങ്ങനെയൊരു ടോപ്പിക് നിങ്ങളുടെ സിലബസിൽ കാണില്ല. എന്താ കാണുക നിങ്ങൾ? ഊർജത്തിൻ്റെ രൂപങ്ങൾ, ഊർജ പരിവർത്തനം, അല്ലേ? പവർ എന്നും പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടില്ല. മറ്റ് സിലബസുകൾ ഉണ്ടാവും, LDCയുടെ ഒക്കെ സിലബസിൽ. 10th പ്രിലിംസിൻ്റെ സിലബസിൽ ഊർജ്ജവും ഊർജ്ജ രൂപങ്ങളും പിന്നെ ഊർജ്ജ പരിവർത്തനം അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എന്താണ്, നമ്മൾ മറ്റു സിലബസിലൊക്കെ കാണുന്ന പോലെ പ്രവൃത്തി, ഊർജ്ജം, പവർ ഇത് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത്. അതിൽ 4 ചോദ്യങ്ങളാണ്. ഇതൊരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുമിച്ച് തന്നെ പഠിക്കുക. പ്രവൃത്തി എന്താണ്, ഊർജ്ജം എന്താണ്, പവർ എന്താണ്, അതിൻ്റെ യൂണിറ്റുകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ. 4 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും അവിടെ അളവുകളും യൂണിറ്റുകളും എന്നും പറഞ്ഞ് നിങ്ങളുടെ സിലബസിൽ ഏരിയ ഇല്ല. പക്ഷേ നിങ്ങൾ സിലബസിൽ പഠിച്ചിട്ടില്ലാത്ത മറ്റ് ഏരിയകളുടെ കൂടെ അളവുകളും യൂണിറ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അവയുടെ യൂണിറ്റുകൾ മനസ്സിലാക്കി വെക്കുക. 2 ചോദ്യങ്ങൾ യൂണിറ്റുകളിൽ നിന്നാണ്. ഓക്കെ, പിന്നെ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഏരിയയാണ് നാട്ടുരാജ്യ സംയോജനം, സംസ്ഥാന പുനഃസംഘടന. രണ്ടുമാണ് വന്നത്. ഇത് രണ്ടും കൂടി ഞാൻ ഒന്നാക്കി അങ്ങ് തരികയാണ്. കാരണം അതിന് ഒരു ബന്ധമുണ്ടല്ലോ പിന്നീട് അങ്ങോട്ട്. നാട്ടുരാജ്യ സംയോജനം പിന്നീട് സംസ്ഥാന പുനഃസംഘടന, അതിൻ്റെ ഒരു ചെറിയ ബന്ധമുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് അത് ഒരുമിച്ചങ്ങ് റിവിഷൻ ചെയ്യുക. 4 മാർക്കിന് വന്ന ഏരിയയാണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ദെൻ കേരളത്തിലെ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. ഇത് സിലബസിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സിലബസിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല 10th പ്രിലിംസിൻ്റെ സിലബസിൽ. പക്ഷേ കേരള ചരിത്രം എന്നുള്ള ആ ഒരു ഏരിയയിൽ ദേശീയ പ്രസ്ഥാനവും നവോത്ഥാനവും പഠിക്കുന്നതോടൊപ്പം തന്നെ തുടക്കകാലത്തുണ്ടായ ചെറുത്തുനിൽപ്പുകൾ അറിഞ്ഞിരിക്കണം. പഴശ്ശിരാജയൊക്കെ പലതവണ ചോദിച്ചു, അല്ലേ? ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് പഴശ്ശിരാജ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷനിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പം പഴശ്ശിരാജയും വേലുത്തമ്പിയും അതേപോലെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, അതേപോലെയുള്ള കലാപങ്ങൾ, ആറ്റിങ്ങൽ കലാപം പോലെയുള്ള അങ്ങനെയുള്ള കലാപങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ 4 ചോദ്യങ്ങൾ സംസ്ഥാനം ഉത്തരമായിട്ട് വരുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് സമാന വസ്തുതകൾ പഠിക്കുക. പിന്നെ മൗലിക കർത്തവ്യങ്ങൾ 3 ചോദ്യങ്ങൾ ആണ്. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും 2 ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അവിടെ മൗലിക കർത്തവ്യങ്ങൾ 3 ചോദ്യങ്ങൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 3 ചോദ്യം വന്നിട്ടുള്ളതാണ് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ. അത് ഓരോ ചോദ്യം വീതം. ഒന്ന് പക്ഷി സങ്കേതം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ദേശീയ പാർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം സംരക്ഷിത പ്രദേശങ്ങളിൽ വരുന്നതാണ്. അത് നോക്കി വെക്കുക. ദെൻ രോഗങ്ങൾ, ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യം വന്നു. അതേപോലെ തന്നെ വൈറ്റമിൻസും 3 ചോദ്യം വന്നു. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഹ്യൂമൻ ബോഡി കഴിഞ്ഞാൽ. അപ്പോൾ 3 വീതം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ പരീക്ഷയിലും വരും. ഓക്കെ, ദെൻ ഇനി എന്താണ് നിത്യജീവിതത്തിലെ രസതന്ത്രം. ഇങ്ങനെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യം. നിങ്ങൾ വിചാരിക്കും ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഞങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ, സിലബസിലില്ലല്ലോ എന്ന്. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ബേസിക് ചോദ്യങ്ങളാണ് നിത്യജീവിതത്തിലെ രസതന്ത്രത്തിൽ അധികവും വരിക. അപ്പോൾ അതിൽ വന്ന ചോദ്യമാണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പോളിമറിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്, പിന്നെ ഗ്രാഫൈറ്റ് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഖരരൂപത്തിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് ബലം എന്നുള്ള ടോപ്പിക്കിൽ പെടുത്താം. ഘർഷണ ബലം അത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ആ രീതിയിൽ കണക്കാക്കാം. പക്ഷേ ആ ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ തന്നെ പെടുത്താവുന്നതാണ് സിലബസ് നോക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ. ദെൻ കേരളത്തിൻ്റെ കായിക രംഗം 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ഇന്ത്യ ആസൂത്രണവുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു ഏരിയ സിലബസിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ആസൂത്രണം കൂടെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് നോക്കുക കേട്ടോ. ദെൻ അയിരുകളുമായി ബന്ധപ്പെട്ട 3 ചോദ്യം വന്നു. അതിൽ 2 ചോദ്യവും കലാമിൻ സിങ്ക് തന്നെയാണ്, ഒരു ചോദ്യം ബോക്സൈറ്റുമാണ്. അപ്പോൾ അതേപോലെയുള്ള സിമ്പിൾ ചോദ്യങ്ങളും കുറച്ചുകൂടെ ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് നോക്കി വെക്കുക. ദെൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട തടാകങ്ങളെക്കുറിച്ച് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ
ജലവൈദ്യുത പദ്ധതികൾ 2 ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ കേരളത്തിലെ നദികൾ 2 ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ 2 ചോദ്യവും പെരിയാറിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, ജലവൈദ്യുത പദ്ധതിയും അതേപോലെ പള്ളിവാസലിനെ കുറിച്ചാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ 2 ചോദ്യം വന്നിട്ടുണ്ട്. അത് മൂലകങ്ങൾ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പുകളെ കുറിച്ചുള്ളതാണ്. അതിനി അതേപോലെ ഉത്കൃഷ്ടവാതകം തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ആയിരിക്കും ചോദിക്കുക. അതും കൂടെ നോക്കി വെക്കുക കേട്ടോ. അതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് എല്ലാ ഗ്രൂപ്പും എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആറ്റത്തിൻ്റെ ഘടന 2 ചോദ്യം വന്നിട്ടുണ്ട്. ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഐസോട്ടോപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ചോദ്യവും. ആറ്റത്തിൻ്റെ ഘടന. പിന്നെ താപനില 2 ചോദ്യങ്ങൾ. ഓക്കെ, ജലത്തിൻ്റെ താപനിലയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. അതേപോലെ തന്നെ താപനില കെൽവിനിൽ കൺവേർഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. ദെൻ അത്യുൽപാദന ശേഷിയുള്ള വിളകൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ചോദ്യങ്ങൾ വീതമുണ്ട്, ഇവിടെയും ഉണ്ടാവും. ദെൻ യൂണിറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റുകൾ 2 ചോദ്യം വന്നിട്ടുണ്ട്, അളവുകളും യൂണിറ്റുകളും. ദെൻ മലബാർ കലാപം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യേണ്ട ഏരിയകളാണ്. ദെൻ ഇന്ത്യയിലെ ഊർജ്ജ നിലയങ്ങൾ. ഒന്ന് ആണവോർജ്ജം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് കാറ്റ് അല്ലേ, വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് വാതോർജ്ജം, ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഊർജ്ജ നിലയങ്ങളൊന്ന് പ്രധാനപ്പെട്ട നോക്കി വെക്കുക. പിന്നെ കറണ്ട് അഫേഴ്സിൽ തമ്മിലുള്ള ബന്ധം വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾക്ക് ബ്ലൂ പ്രിന്റ് തന്നപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഏരിയയും വളരെ പ്രധാനപ്പെട്ട ഏരിയയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ദെൻ ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിലെ ഇലക്ഷനും കേരള മന്ത്രിസഭയും ഞാൻ പറഞ്ഞു 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ദെൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം, സിനിമയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം, അവാർഡുകളുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം, പിന്നെ സുപ്രധാന പദവികളും നിയമനവും അവിടെയും ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ചോദ്യം എന്തുകൊണ്ട് ഇവിടത്തേക്ക് ഞാൻ പെടുത്തിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല കമ്മീഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്, ആ ഓരോ മൊഡ്യൂളുകളിലും പഠിക്കാനുണ്ടല്ലോ. അവിടെ നിന്നുള്ള ചോദ്യങ്ങളായിട്ട് അങ്ങ് പരിഗണിച്ചു എന്നുള്ളതാണ്. പക്ഷേ സുപ്രധാന പദവികൾ, നിയമനങ്ങൾ, വിവിധ കമ്മീഷനുകളുടെ അധ്യക്ഷന്മാർ, അതൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക. നിങ്ങൾക്ക് വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ എങ്കിലും മറ്റ് കമ്മീഷനുകളുടെ അധ്യക്ഷൻ കൂടെ നോക്കി വെക്കുക. അത് ആ പാർട്ടിലെ ചോദ്യമായിട്ട് വന്നേക്കാം, അതല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിട്ട് വന്നേക്കാം. അപ്പോൾ സുപ്രധാന നിയമനങ്ങൾ അതും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം. ഇത്രയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കാര്യമായിട്ട് പഠിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പ്രിലിംസ് സുന്ദരമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു വകുപ്പ് ഇവിടെ ഞാനിപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഇത് ബേസ് ചെയ്തുകൊണ്ട് ഓരോ വിഷയമായിട്ട് ബന്ധപ്പെട്ട എൻട്രിയിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ എക്സാമിൻ്റെ മുമ്പേക്കായിട്ട് ഞാനും ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.